കൊല്ലത്ത് നടക്കുന്ന പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത്. അരുൺരാജ് ഉണ്ട് അവിടെ നിന്ന്. അരുൺ, ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു ആസൂത്രിതമായ ഗൂഢാലോചന, അതിൻ്റെ പേരിലുള്ള വിവിധ ശ്രമങ്ങളൊപ്പം തന്നെ ഭരണഘടനാ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം, ഇത് തന്നെയല്ലേ അവർ ആരോപിക്കുന്നത്? ആ മട്ടിലല്ലേ അവിടെ പ്രതിഷേധങ്ങൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും ക്രിസ്റ്റീന, കാരണം ഈ അറസ്റ്റ് അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് സഭയുടെ ഇക്കാര്യത്തിലെ നിലപാട്. കാരണം യാതൊരു മതപരിവർത്തനം അവിടെ നടത്തിയിട്ടില്ല, മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല. കാരണം കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഇത്തരത്തിലൊരു സാമൂഹ്യ സേവനം വിവിധയിടങ്ങളിൽ നടത്തുന്നതാണ് സഭ. അതിനെ ഇത്തരത്തിൽ വർഗീയപരമായി ചിന്തിപ്പിക്കുന്നത്, അത്തരത്തിൽ മാറ്റുന്നത്, അതിൽ ചില ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികളാണ് എന്നുള്ളതാണ് സഭയുടെ ഇക്കാര്യത്തിലെ നിലപാട്. അതിൽ ഭരണകൂടം ഇതിന് ഒത്താശ പാടുന്നു എന്ന കടുത്ത വിമർശനം കൂടി സഭാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. സഭ ഇക്കാര്യത്തിൽ പറയുന്നത് ഈ വിവിധയിടങ്ങളിൽ സഭാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് കയറി വരുന്നവർ തന്നെയാണ് ഇത്തരത്തിൽ ഭിന്നിപ്പിന് ശ്രമിക്കുന്നത്. അത്തരം കപടമുഖങ്ങളെ സഭ തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സഭാ നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന നിലപാട്. എന്തായാലും ഈ കന്യാസ്ത്രീകളുടെ അടക്കം നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ കൊല്ലം രൂപതയിലടക്കം ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ നേരത്തെ നമ്മളോട് സംസാരിച്ച രൂപതയുടെ മെത്രാൻ കൂടിയായ പോൾ ആന്റണി മുല്ലശ്ശേരി, അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ ഒരു നാസിസം രീതിയാണ്, അത് പ്രകടമായി അത്തരം രീതി അല്ലെങ്കിൽ പോലും പരോക്ഷമായി അത്തരം രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കില്ല. ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷമാണ്. പക്ഷേ ആ ന്യൂനപക്ഷം അത്തരം ഒരു ന്യൂനപക്ഷമാണെങ്കിലും ആ ന്യൂനപക്ഷമാണ് രാജ്യത്തെ ഭൂരിപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയായി മാറുന്നത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉയർന്നു വരുമെന്ന സൂചന കൂടിയാണ് സഭ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും കൊല്ലത്ത് തുടരുകയാണ്. കൊല്ലത്തു നിന്നുള്ള പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺരാജ്. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെതിരായാണ് വായ മൂടിക്കെട്ടി കൊല്ലത്ത് പ്രതിഷേധം നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.